ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ലഹരി ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന 232 വെബ്സൈറ്റുകൾ നീക്കം ചെയ്തു ദുബായ് പോലീസ്. ലഹരി ഉപയോഗം തടയുന്നതിൽ നേട്ടമുണ്ടാക്കിയതായി ദുബായ് പോലീസ്. ലഹരി ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന 232 വെബ്സൈറ്റുകൾ നീക്കി. 24 പേരെ അറസ്റ്റ് ചെയ്തതായും ദുബായ് പോലീസ് ആന്റി നാർക്കോട്ടിക്സ് വിഭാഗത്തിന്റെ കഴിഞ്ഞ വർഷത്തെ അവസാനപാദ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ലഹരി ഉപയോഗം തടയുന്നതിലെ പോലീസ് ഇടപെടലും ബോധവൽക്കരണ പരിപാടികളും ഫലം കാണുന്നതായി സൂചിപ്പിക്കുന്ന കണക്കുകളാണ് ദുബായ് പോലീസ് ആന്റി നാർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട കഴിഞ്ഞ വർഷത്തെ അവസാനപാദ റിപ്പോർട്ടിലുള്ളത്. ലഹരി ഉപയോഗിക്കുവാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് സോഷ്യൽ മീഡിയ പരസ്യങ്ങളാണ്. ലഹരി ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കമുള്ള 232 വെബ്സൈറ്റുകൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലായി നീക്കം ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. ആകെ 24 പേരാണ് ലഹരി വസ്തുക്കൾ വിതരണം ചെയ്തതിന് ഈ കാലയളവിൽ പിടിയിലായത്. ദുബായിലോ UAEയിലോ മാത്രമല്ല, രാജ്യാതിർത്തി കടന്നും ദുബായ് പോലീസ് ലഹരിക്കെതിരായ പോരാട്ടം നടത്തുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. DMK സഖ്യത്തിലെ സീറ്റ് വിഭജന ചർച്ച. MK സ്റ്റാലിനുമായി ചർച്ച നടത്തി KC വേണുഗോപാൽ. തമിഴ്നാട്ടിലെ DMK സഖ്യത്തിലെ സീറ്റ് വിഭജന ചർച്ച പുരോഗമിക്കുന്നു. മക്കൾ നീതി മയ്യം, MDMK, മനിതനേയ മക്കൾ കക്ഷി എന്നീ പാർട്ടികളുമായി നാളെ ചർച്ച നടക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി ചർച്ച നടത്തി. രാത്രി 8:30യോടെ മുഖ്യമന്ത്രിയുടെ വസതിയിലായിരുന്നു ചർച്ച. 38 സീറ്റുകളും 3 മന്ത്രിസ്ഥാനങ്ങളുമാണ് കോൺഗ്രസ് ഇത്തവണ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 25 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് 17 സീറ്റുകളിൽ വിജയിച്ചിരുന്നു. മുസ്ലിം ലീഗുമായി DMK രൂപീകരിച്ച സമിതി ചർച്ച നടത്തി. 5 സീറ്റുകൾ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. കൂടുതൽ പാർട്ടികൾ സഖ്യത്തിലേക്ക് വന്നതിനാൽ എല്ലാ പാർട്ടികളും സീറ്റുകൾ ത്യാഗം ചെയ്യുവാൻ തയ്യാറാകണമെന്ന് DMK ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു KC വേണുഗോപാൽ MK സ്റ്റാലിൻ കൂടിക്കാഴ്ച. ഭാര്യ ജയിലിലായ മനോവിഷമം. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവ് മരിച്ചു. കൊല്ലം അഞ്ചലിൽ ഭാര്യ ജയിലിലായ മനോവിഷമത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവ് മരിച്ചു. കൊല്ലം അഞ്ചൽ സ്വദേശി റഫീഖാണ് മരിച്ചത്. ഭാര്യ സബീന മോഷണ കേസിൽ റിമാൻഡിലാണ്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അഞ്ചലിൽ സ്വകാര്യ ബസ്സിൽ വച്ച് കുഞ്ഞിന്റെ കൊലുസ് മോഷ്ടിച്ച സംഭവത്തിൽ സബീന അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. സബീനയുടെ കയ്യിൽ നിന്നും സ്വർണ്ണ കൊലുസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു. മാനസിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന റഫീഖ് ഭാര്യയുടെ അറസ്റ്റോടെ വലിയ മനോവിഷമത്തിലായി. തുടർന്ന് ഇന്ന് കൂടെയുണ്ടായിരുന്ന മകനെ ഭാര്യയുടെ വീട്ടിൽ കൊണ്ടുവിട്ടതിനു ശേഷം സ്വന്തം വീട്ടിൽ വെച്ച് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീവയ്ക്കുകയായിരുന്നു. വായനയെ പ്രോത്സാഹിപ്പിക്കുവാൻ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നത് പരിഗണനയിലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 10 മാർക്ക് കൊടുക്കുവാനുള്ള തീരുമാനം അടുത്ത വർഷം മുതൽ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വായനയുടെ വസന്തം എന്ന പദ്ധതിയുടെ ഭാഗമായി 24 കോടി രൂപയുടെ പുസ്തകങ്ങൾ കേരളത്തിലെ സ്കൂളുകളിലെ ലൈബ്രറികളിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും കുട്ടികൾ അതെടുത്ത് വായിക്കുന്നില്ല. വായന ബന്ധപ്പെട്ടവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വായനയ്ക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കണമെന്ന ആലോചന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ട്. മാധ്യമ സുഹൃത്തുക്കളുടെയും എഴുത്തുകാരുടെയും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും ഒക്കെ യോഗം ഇതുമായി ബന്ധപ്പെട്ട് ചേർന്നു. അവർ നൽകിയിരിക്കുന്ന പ്രാഥമിക റിപ്പോർട്ടിന്റെ പ്രൊജക്ട് അടിസ്ഥാനത്തിൽ അത് പരിഗണിക്കപ്പെടും. 10 മാർക്ക് ഗ്രേസ് മാർക്ക് നൽകണമെന്ന നിർദ്ദേശം വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അടക്കം അനുവാദത്തോടെ അടുത്ത അക്കാദമിക് വർഷം അത് നടപ്പാക്കുവാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്, മന്ത്രി പറഞ്ഞു. ചെങ്കോട്ടുകോണത്ത് ഗ്രൌണ്ടിൽ പാർക്ക് ചെയ്ത സ്കൂൾ ബസ്സുകൾ കത്തിനശിച്ചു. അട്ടിമറിയെന്ന് സംശയം. തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് സ്കൂൾ ഗ്രൌണ്ടിൽ വൻ തീപിടുത്തം. തുണ്ടത്തിൽ ട്രിവാൻഡ്രം സ്കോട്ടിഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂൾ ബസ്സുകൾക്കാണ് തീപിടിച്ചത്. 3 സ്കൂൾ ബസ്സുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ബസ് ആരോ കത്തിച്ചതായി സംശയിക്കുന്നതായി സ്കൂൾ സെക്യൂരിറ്റി മാധ്യമങ്ങളോട് പറഞ്ഞു. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ടെമ്പോ ട്രാവലർ മറ്റ് ബസ്സുകളിലേക്ക് ഇടിച്ചു കയറിയ നിലയിലാണെന്നും ഇതാണ് അട്ടിമറി സംശയിക്കുവാൻ കാരണം എന്നുമാണ് സ്കൂൾ സെക്യൂരിറ്റി പറയുന്നത്. 3 ബസ്സുകൾ പൂർണ്ണമായും 1 ബസ് ഭാഗികമായും കത്തി. ആകെ 5 വാഹനങ്ങളാണ് പാർക്ക് ചെയ്തിരുന്നത്. ചാക്കയിൽ നിന്നും കഴക്കൂട്ടത്തു നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി അരമണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണയ്ക്കുവാൻ സാധിച്ചത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വീണ്ടും ചികിത്സാ പിഴവ്. മമ്മൽ ആശുപത്രിയിൽ കുത്തിവയ്പ് എടുത്തതിന് പിന്നാലെ 2.5 വയസ്സുകാരി മരിച്ചെന്ന് പരാതി.
തിരുവനന്തപുരം കാട്ടാക്കട മമ്മൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് പരാതി. ശ്വാസതടസ്സം നേരിട്ടതിന് ആശുപത്രിയിൽ എത്തിച്ച് കുത്തിവയ്പ്പെടുത്തതിന് പിന്നാലെ കുഞ്ഞ് മരിച്ചെന്നാണ് കുടുംബത്തിന്റെ പരാതി. 2.5 വയസ്സുകാരിയായ ആയിഷ ഫാത്തിമയാണ് മരിച്ചത്. കുത്തിവയ്പ്പെടുത്തിയുടൻ കുഞ്ഞ് ബോധരഹിതയായെന്നും നെയ്യാർ മെഡിസിറ്റിയിൽ എത്തിച്ചപ്പോഴേക്കും കുഞ്ഞ് മരിച്ചു എന്നുമാണ് പരാതി. കുടുംബത്തിന്റെ പരാതിയിൽ ആര്യനാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അപരാജിത കുതിപ്പിന് അന്ത്യം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 76 റൺസിന്റെ കനത്ത പരാജയം. 2020 ലോകകപ്പ് സൂപ്പർ 8 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് കനത്ത തോൽവി. ദക്ഷിണാഫ്രിക്കയോട് 76 റൺസിനാണ് ഇന്ത്യ തോറ്റത്. 2020 ലോകകപ്പിലെ ഇന്ത്യയുടെ അപരാജിത കുതിപ്പിനും ഇതോടെ അവസാനമായി. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ടീം ഇന്ത്യയുടെ മറ്റൊരു അപരാജിത കുതിപ്പിന് കൂടി അന്ത്യം. 2023 ഏകദിന ലോകകപ്പിൽ തുടർച്ചയായ 10 ജയങ്ങൾക്ക് ശേഷം ഫൈനലിൽ തോറ്റെങ്കിൽ ഇത്തവണ അവസാനമായത് 2020 ലോകകപ്പിലെ 12 തുടർ ജയങ്ങളുടെ പരമ്പരയ്ക്ക്. 188 റൺസ് ലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത ഇന്ത്യയുടെ വെട്ടിക്കെട്ട് ബാറ്റിംഗ് നിര നനഞ്ഞ പടക്കമായി. 42 റൺസ് എടുത്ത ശിവം ദുബെയ്ക്ക് ഒഴികെ ആർക്കും തിളങ്ങാനായില്ല. ഇഷാൻ കിഷനും റിങ്കു സിംഗും 0-നും, തിലക് വർമ്മ 1-നും, അഭിഷേക് ശർമ്മ 15-നും, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും 18 റൺസിനും പുറത്തായി. ഇന്ത്യയെ എറിഞ്ഞു തകർത്തത് 4 വിക്കറ്റെടുത്ത മാർക്കോ യാൻസനും 3 പേരെ മടക്കിയ കേശവ് മഹാരാജുമാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.